ഇതെന്താണ് ചെയ്യണത്? കോഴി റബ്ബർ സ്റ്റേറ്റിലുള്ള കോഴി അത് ഒന്നും കൂടി കടിച്ചു നോക്കണം. ഞാൻ കോഴിക്കാരാണ് എന്താ പറയുന്നത്? പിടിച്ചു ഇംഗ്ലീഷ് ഭാഷ വരും. പാട്ടും ഡാൻസും തുടങ്ങി. മുദ്ദ ഡാൻസ് കാണണ്ട. എനിക്ക് ഡാൻസ് വേണ്ട. ഓണത്തിന് ഞാൻ ഇപ്പോഴും ഡാൻസ് എഴുന്നേക്കും. മുദ്ദ പതുക്കെ മുദ്ദ മുദ്ദ സ്റ്റഡി സ്റ്റഡി എന്നെ ഇതാ നല്ല ചൂട്, നല്ല രസം. സൂത്രമൊക്കെ മനസ്സിലായി. ഇനിയൊരു ഗ്ലാസ് കാപ്പി കൂടെ വേണം അല്ലേ? ആറ്റി മലവെള്ളം ഇറങ്ങി കാണും. ഇറങ്ങട്ടെ, അതിനെന്താ? എടീ, മലവെള്ളത്തിൽ എന്തൊക്കെ ഒലിച്ചിരുന്ന നിനക്കറിയോ? ഈട്ടി, തേക്ക്, പശു, ആട്, ചക്ക. വേണ്ട വേണ്ട, നിങ്ങൾ അതൊന്നും പിടിക്കാൻ പോണ്ട. ഞാൻ പിടിച്ചെടുത്ത് തടിയോണ്ട് ഉണ്ടാക്കിയതാ ഈ കട്ടില്. തൽക്കാലം ഒരു കട്ടിലുണ്ടല്ലോ, അത് മതി. ഹേ, ഇതച്ചൂടെ വലിയൊരു കട്ടിലുണ്ടാക്കുന്നു. ഇത് രണ്ടുപേർ കിടക്കാൻ പോരാ. ഞാൻ എത്ര പ്രാവശ്യം താഴെ വീണത് നിനക്കറിയോ? അതങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ നിനക്ക് വല്ല ബോധമുണ്ടോ? അമ്മേ, എന്താടി പെണ്ണെ? ദേ തടി പിടിക്കാൻ വേണ്ടി ആറ്റി പോയിരിക്കുന്നു. ആഹാ, ഞാൻ വിചാരിച്ചു അവന്റെ രാത്രി തന്നെ അങ്ങ് പോയെന്ന്. ആഹാ, അമ്മയ്ക്ക് പറ്റിയ മോൻ തന്നെ. എടി, അവൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അമ്മ ഇത് പിടിച്ചോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എടി പെണ്ണെ, മുഖമടക്കൊന്നും വേണ്ട. വെറുതെ വീട്ടിൽ കുത്തിയിരുന്നെങ്കിൽ ഇതെങ്ങാനും കിട്ടുമായിരുന്നു. നാളെ തൊട്ട് കൊടയും പിടിച്ചാണോ പന കയറാൻ പോകുന്നത്? അത് നമ്മുടെ മോൻ സ്കൂളിൽ പോകുമ്പോ അവര് കൊടുക്കാം. അതിപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം. ഇത്രയ്ക്ക് മതി, ഇനി വീട്ടിൽ പോവാനേ. നല്ല ഉണക്കത്തേങ്ങയാ. അയ്യോ എന്റെ അയ്യോ, എന്താ? കൊണ്ടുപോയി ഒരു കാര്യം ചെയ്യ്, രാത്രി വരെ ഇവിടെ ഇരുന്നിട്ട് പിന്നീട് വീട്ടിൽ വന്നാൽ മതി. ഞാൻ പോന്നു. എന്താ തന്നെ? അപ്പന് തീരെ സുഖമില്ല. ഞാൻ വരാം.
ഒരു 2000 രൂപ കൊടുത്താൽ നേശമണിക്ക് ആ ജോലി കിട്ടും. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കുറേശ്ശെ അങ്ങോട്ട് തിരിച്ചടച്ചോളാം. ദയവ് ചെയ്ത് 2000 രൂപ തന്നെ എന്നെ സഹായിക്കണം. വസ്തു വിൽക്കാനുണ്ടെങ്കിൽ ഞാനത് വാങ്ങാം, അല്ലാതെ യാതൊരു ഏർപ്പാടും എനിക്കില്ല. വസ്തു ഒന്നുമില്ല, ഞാനും മോനും കൂടെ വേല ചെയ്ത് വീട്ടിക്കൊള്ളാം. ജോലി ചെയ്യാനോ? എപ്പോഴാ പലയുടെ മുകളിൽ നിന്ന് വിളിച്ചാവുന്നതെന്ന് ആർക്കറിയാം? പിന്നെ ഞാൻ ആരോട് ചോദിക്കും? എനിക്കെന്തെങ്കിലും ഈട് തരണം. ഈടൊന്നുമില്ല. എന്നാ പൊക്കോളൂ, പൊക്കോളൂ. നിങ്ങൾക്കൊരു ഷർട്ട് ഇട്ടൂടെ? ആ കല്യാണത്തിന്റെ അന്നൊരു ഷർട്ട് ഇട്ടതിന്റെ പാട് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. ആനത്തടി. എന്തോ ഇത്? ഇഷ്ടായോ? ആ, എവിടുന്ന ഇത്? ചന്തേന്ന് വാങ്ങിച്ചതാ. ഇട്ട് നോക്കിയേ. ഇതെനിക്ക് ഷർട്ടോ അതോ നിനക്ക് ബ്ലൗസോ? ഷർട്ട് തന്നെ, വലിച്ചം കിട്ടാ മതി. ആ, നീ തന്നെ വലിച്ചം കിട്ടെ, നോട്ടെ. ഇറക്ക്, ഇറക്ക്. ഓക്കേ. അവിടെ ഉള്ളത് ഏറ്റവും വലിയ വാങ്ങിച്ചതാ. വെറുതെ രൂപ അത്രയും പോയി. ആ, സാരമില്ല, നീ വന്നേ. വേണ്ട, എന്നെ കെട്ടിപ്പിടിക്കാനില്ലേ? രൂപ കളഞ്ഞ ദേഷ്യത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച എന്റെ എള്ളൊക്കെ വിട്ടു പോകും. എടി, ഒന്ന് ഊരി തളിച്ചുമ്പോ. എന്താ മോളെ? ഓ, മനസ്സിലായി. മോളിനി വെള്ളം കോരാനൊന്നും പോവണ്ട, അമ്മ കോരിക്കോളാം. എന്താ അമ്മേ? പെൺപിള്ളേരെ വയറ്റിലുള്ളപ്പോ സൂക്ഷിക്കണം. ആ വഴിയൊക്കെ കുന്നും കുഴിയായിട്ട് കിടക്കുക. കാലൊന്ന് തെറ്റിയാൽ. എന്താ പറയാ? എന്താ? സായിപ്പിന്റെ പനകറ ഇപ്പൊ ആളില്ല. സായിപ്പ് പറഞ്ഞിരിക്കുന്നത് മുത്തനെ കൊണ്ട് പനകറിക്കാൻ. നേരാണോ? സായിപ്പ് പറഞ്ഞിരിക്കുന്നത് ഉടനെ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ, കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യാലോ. ഞാൻ ഇപ്പൊ വരാം. അന്ന് ഞാൻ നിന്നെ രാജകുമാരിയാക്കാന്ന് പറഞ്ഞല്ലേ? അന്ന് എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കരിപ്പറ്റി ഉണ്ടാക്കണോ? അനുഭവിച്ചോ, അനുഭവിച്ചോ. ശരി, നാളെ മുതൽ മുത്തൻ പനക കയറിക്കോളൂ. ആണ്ടിൽ എനിക്ക് 100 രൂപ എന്നാ മതി, ബാക്കി ആദായം മുഴുവൻ മുത്തൻ എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ മുത്തന് നല്ല ലാഭം കിട്ടും അല്ലേ? ഓ, നല്ല ലാഭം കിട്ടും. ആ, എന്നാ നാളെ മുതൽ കയറിക്കോ. ഓ, ശരി.
ഇവിടെ വരൂ. എന്തിനാ മതില് ചാടിയത്? ഒരുപാട് നീളത്തി മതില് എളുപ്പം വരാൻ. മേലിൽ ഇങ്ങനെ ചാടരുത്. ഓ, വയ്ക്കൂ. ഈ നഖത്തിന്റെ വടക്ക് പടിഞ്ഞാറ്. ഇതൊരു തുള്ളിയല്ലേ ഉള്ളൂ. മതിയല്ലോ, ഒരു തുള്ളിയാണ് പല തുള്ളിയാകുന്നത്. പല തുള്ളി പിന്നെ പെരുതുള്ളി ആവേ. എന്റെ പൊന്നു മുത്തായി വിറകൊന്ന് കീർത്തായേ, വേണമെങ്കിൽ 2 രൂപ തരാം. അയ്യോ എന്റെ കാലേ. എന്താ വിറക് കീറുന്നോ? നല്ല കൂലി തരാം. അയ്യോ അയ്യോ അയ്യോ. എന്നാൽ ഇന്നൊന്ന് തുടങ്ങിക്കോ. അതിന്റെ കാല അമ്മോ. മുത്ത, വേഗം വാ, അകത്തുകൊണ്ടേ കിടത്താം. പതുക്കെ. മറ്റു പെണ്ണുങ്ങളെ തുടരുത്. മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിൽ അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. എന്നാലും അവൻ സാഹിബിന്റെ ബെഡ്റൂമിൽ കയറി ചെന്ന് മദാമെ പിടിച്ചല്ലോ. ഭയങ്കര ധൈര്യം തന്നെ.
ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ കരയാവേ സായിപ്പേ, മുത്തിന് വെറുതെ പറയും. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ കാണാം. എന്നിട്ട് എന്നെ കൂടെ കോടതി കയറ്റാനോ? ശരിയാണ്, കോടതി ചെന്ന എവിടെയൊക്കെ പിടിച്ച്, എങ്ങനെയൊക്കെ പിടിച്ച്, എത്ര നേരം പിടിച്ച്, അപ്പൊ നിങ്ങൾ നിൽക്കുകയായിരുന്നു, ഇരിക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു എന്നിങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളാ. അത് ശരിയാണല്ലോ. നിങ്ങൾക്ക് ലജ്ജയില്ല മനുഷ്യ? അവനെ തല്ലിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? അതെ, കഴിയില്ലെങ്കിൽ പറ, ഞാൻ ചെയ്യിക്കാം. അത് നമുക്ക് നന്നായിട്ട് കേൾപ്പിക്കാം. അവനാണെങ്കിൽ തല്ലും ചെയ്യും, ഒരുപാട് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു നാമജാത്തവനാണ്. ആ മുത്തനെ തല്ലി അവന്റെ കയ്യും കാലും പിടിച്ചേക്കണം. ഇനിയും പനകറ്. ആ ശരിയാണ്, അവന്റെ വീട് നിരപ്പാക്കി കളയാം. ചിലപ്പാ നീ കടന്നു നോക്കിക്കോ. എന്താണ് എന്താണ് മനുഷ്യൻ പേടിപ്പിക്കാൻ കൂടി. ഞാൻ പറയുന്നത് ആറ്റിനക്കരെയുള്ള ആരെങ്കിലും തൊട്ട് അവന്റെ കഴുത്തെറിഞ്ഞു വേണം. ഒറ്റക്കാരാ പട്ടിയാണ്. അവനോടൊപ്പം ചാവാൻ ഞങ്ങൾ 5-6 പേരുണ്ട്. ആ പട്ടി നിന്റെ അപ്പന്റെ കരിപ്പട്ടി കച്ചവടം. ഇവിടെ ഒന്നാ പറ്റില്ല. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്? നിന്നോടാ ചോദിച്ചത്, നിനക്കൊന്നും പറയാനില്ലേ? അപ്പൻ എല്ലാം അറിഞ്ഞില്ലേ? അറിഞ്ഞു. നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ചുട്ടുകളഞ്ഞ് പോയി പന കയറ്. ആദ്യമായതുകൊണ്ട് കുറച്ച് ദേഹം വേദന കാണും. സാരമില്ല, രാത്രിയാവുമ്പോ ഇവള് വെള്ളം ചൂടാക്കി പിടിച്ചു തരും. കൊട്ടും കുറവയൊന്നും ഇല്ലാതെ ഇന്ന് എന്റെ മോൻ നിന്റെ കഴുത്തി താലി കെട്ടിയതായി കരുതിക്കോ. വേണ്ടമ്മാവ, വേണ്ട. ഇനിയും എന്നെ കഷ്ടപ്പെടുത്തരുത്. മോളെ, പണ്ട് എന്നെ ഒരു പേപ്പട്ടി കടിച്ചു. എന്റെ അപ്പൻ അതിനെ തല്ലിക്കൊന്നു. എന്നെ തല്ലിക്കൊല്ലാതിരുന്നതിന്റെ കാരണം എന്താ? അപ്പൻ അറിയാമായിരുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് നീ ആറ്റിപ്പോയി കുളിക്കണ്ട. മേശമണി വെള്ളം കോരിത്തരും.